എല്ലാരോടും വെയിറ്റ് ചെയ്യാ. നീ പെട്ടെന്ന് വാ. എന്റെ പൊന്നു മോളല്ലേ, എനിക്കെന്തോ ടെൻഷനായിരിക്കുന്നു. ഇനിയെങ്കിലും പറ. എന്റെ വയറ്റിലുള്ളപ്പായിരുന്നു എന്റെ മോള്. അതിനുശേഷം അച്ഛന്റെ സ്വഭാവം തന്നെയാ നിനക്കും. അവസാനം വരെ ഇങ്ങനെ തന്നെ ഇരുന്നു. നമസ്കാരം ചേച്ചി. ഓൾ ദി ബെസ്റ്റ്. പോയിട്ട് ഫോൺ ചെയ്യണം. വരട്ടെ. പോയിട്ട് വാ. Good morning, ma'am. This is a wake-up call for you. Please be ready at 6:30 sharp for the journal check. Thank you. എന്തൊരു ഹോട്ടലാ ഇത്? ഫ്രിഡ്ജിൽ പാലും പച്ചക്കറിയാ വെക്കുന്നത്, പക്ഷെ ഇത് നമ്മളെ കൊണ്ട് വെക്കുകയാണല്ലോ. ശർക്കര മിഠായും കണ്ണിമാങ്ങ അച്ചാറും എനിക്ക് ജീവനാണെന്ന് പ്രസിഡന്റ് പറഞ്ഞതായി ഞാൻ പേപ്പറിൽ വായിച്ചു. ഞാൻ തന്നതാണെന്ന് പറഞ്ഞങ്ങ് കൊടുത്തേക്ക്. Ma'am, we are moving. We should go. Yes, no, she started. Over. ആ ഏരിയ മുഴുവനും ബ്ലോക്ക് ചെയ്തു. ഓക്കെ സർ. ഗുഡ് മോർണിംഗ്. പ്രസിഡന്റ് ഏത് മാനസികാവസ്ഥയിലായിരിക്കും എന്നറിയില്ല. പറയാനുള്ളത് ചുരുക്കി പറയണം. ഇത് മുട്ടായും കണ്ണിമാങ്ങയും പ്രസിഡന്റിന്റെ അമ്മ തന്നയച്ചതാ. പ്ലീസ്. What is this? Mango pickle for the president. This? Shakkara mithai. What? Sweet for the president. No. These are not allowed inside the hall. Give it to me. Raise your hands. Please. അവിടുത്തെ സെക്യൂരിറ്റി ഡിസ്റ്റൻസ് മനസ്സിലായോ? Here. Is it not started? Copy. Ma'am, I told you to switch off your mobile. Sorry, I forgot. You want me to hold that for you, ma'am? No, സാരല്ല. Yeah, copy. President will be here in a minute. Stand up, ma'am. Step forward. Ma'am, here. Namaste. Sir, let's get a doctor. We'll take care of it. Please attend There's to a case her of medical emergency. Quick. Yes, immediate medical assistance required. ആകാശവാണി തിരുവനന്തപുരം. വാർത്തകൾ വായിക്കുന്നത് സന്തോഷ് റാം.
രാഷ്ട്രപതിയുടെ അറിയിപ്പിനെ തുടർന്ന് താജ് ഹോട്ടലിൽ അദ്ദേഹത്തെ സന്ദർശിക്കുവാനായി ചെന്ന വാസന്തി എന്ന യുവതി രാഷ്ട്രപതിയെ കണ്ടയുടൻ രക്തസമ്മർദ്ദത്തെ തുടർന്ന് തലചുറ്റി വീണു. കല്യാണത്തിന് ശേഷം ആദ്യമായിട്ടാണോ മോന്ത കുത്തിയത്? മിണ്ടാതിരിക്കെ. തലവഴി തുണിയിട്ടാ മുഖം മറഞ്ഞെന്നിരിക്കാം. നിന്റെ കാര്യങ്ങളൊക്കെ ടിവിയിലും റേഡിയോയിലും വിളിച്ചു കൂവിയതല്ലേ? നാണം കെടുത്തല്ലേ? അല്ലാതെ കൊച്ചെ എനിക്ക് കൈക്കൂലി ചോദിക്കാൻ പറ്റുമോ? എടി കൊച്ചെ, അടുത്ത സ്റ്റോപ്പാ. ഓട്ടോ, കളക്ടർ ഓഫീസ് പോകണം. കളക്ടർ ഓഫീസ് ഇത് തന്നെയല്ലേ? 2 മിനിറ്റേ ഉള്ളു നടക്കാനായിട്ട്. കാല് വേദനയാ, നടക്കാൻ വയ്യ. ഒന്നവിടെ വിട്ടേക്കോ. ആ ശരി, കേറിക്കോ കേറിക്കോ. അല്ല, ഈ മയങ്ങി വീണ് കഴിഞ്ഞാൽ തലക്കല്ലേ പരിക്ക് പറ്റുള്ളൂ? കാലിലെങ്ങനെയാ പരിക്ക് പറ്റിയേ? പിടിക്ക. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഏയ് ഗിരിജ, നീ ഇവിടെ എന്താണ് ചെയ്യണ? അവിടെ എല്ലാരും എന്നെ കളിയാക്കാൻ കാത്തിരിക്കുക. ഇല്ലാന്നൊന്നും പറയാൻ പറ്റൂല. ദൈവമേ, ആകെ നാണക്കേടായി. അല്ല, എന്താണ് പറ്റിയത്? അതിനെക്കുറിച്ച് പറയാതിരിക്കുന്ന നല്ലത്. ഒരു കൊലപാതകയെ കൊണ്ടുപോകുന്ന പോലെ ആദ്യം തന്നെ എന്നെ കൊണ്ടുപോയി. ആഹാ. എന്റെ അമ്മായിയമ്മയുടെ ശല്യമോ താങ്ങാൻ പറ്റുന്നില്ല. ആരെങ്കിലും പ്രസിഡന്റിന് കന്നിമാങ്ങയും ശർക്കര മിഠായും കൊടുക്കും? എന്താ? എന്നെ ഒരു തീവ്രവാദിയെ പോലെയും ശർക്കര മിഠായ ഒരു ബോംബ് പോലെയും ചെക്ക് ചെയ്ത്. പിന്നെ 4 രാക്ഷസന്മാര് വന്നു. ഇരിക്കെ, എഴുന്നേക്ക്, തിരിയാതെ, ശ്വാസം വിടില്ലെന്നൊക്കെ പറഞ്ഞ് എന്നെ ടോർച്ചർ ചെയ്തു. ആകപ്പാടെ നിശബ്ദത. പെട്ടെന്ന് ഒരുത്തൻ വന്നു, ഇടിവെട്ട് പോലെ. പ്രസിഡന്റ് വരുന്നു എന്ന് റോഡ് റോളർ പോലെ മുന്നോട്ട് പോ, പിന്നോട്ട് വാ, എന്നെ ടോർച്ചർ ചെയ്തു. അലിബാബ കഥവ് തുറന്നു. ഉള്ളത് പോരാഞ്ഞ് വീണ്ടും ഒരു 10-15 രാക്ഷസന്മാർ മുന്നിൽ വന്ന് നിന്നു. എനിക്ക് അപ്പൊ തന്നെ ബോധം പോയി. പാവം, ആ പ്രസിഡന്റിന്റെ കാര്യം ഓർക്കുമ്പോഴാ. പക്ഷെ ഞാൻ അവസാനമായി ഒന്ന് നോക്കിയപ്പോ പ്രസിഡന്റിന്റെ മുഖം മങ്ങലായി കണ്ടു. കണ്ണു തുറന്നു നോക്കിയപ്പോ ഹോസ്പിറ്റൽ. ഇങ്ങനെയൊക്കെ കാണിച്ച പിന്നെ ആരാണെങ്കിലും ബോധം കിട്ടു പോകും. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇത് ആദ്യമായിട്ട് നമ്മതില പറഞ്ഞത്. ശരി, വാ നമുക്ക് പോകാം. ഗിരിജ, എനിക്ക് നാണിക്കേടാടി. വേണ്ട, നാണിച്ചോണ്ടിരുന്നാലൊന്നും ആരും നിനക്ക് ശമ്പളം തരൂല. അതൊക്കെ സഹിച്ചു നീ ജോലി. നീ തന്നെ എന്നെ കളിയാക്കുന്ന കണ്ടോ? നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. പിന്നെ നിനക്ക് ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഒന്നും ഇല്ലല്ലോ? ഇല്ലല്ലോ. അപ്പൊ നിന്റെ ജീവന് യാതൊരു പ്രശ്നം ഉണ്ടാവൂല. ഗിരിജ, ഒപ്പിട്ടിട്ട് നീ വാ. ഇവിടെ പോയത് കാണുന്നില്ല. സിസ്റ്റർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതല്ലാതെ വേറൊരു സെക്ഷൻ നമ്പർ ഉണ്ടല്ലോ. അത് DMO ഓഫീസിൽ നിന്ന് സർക്കുലർ വന്നിട്ടുണ്ട്. ഇനി എല്ലാ ഓഫീസിലും ഫസ്റ്റ് എയ്ഡ് ബോക്സ്, എമർജൻസി കിറ്റ് ഇതെല്ലാം വെക്കണമെന്നാ. എന്തിനാ? ഇത് പ്രസിഡന്റും പറഞ്ഞിട്ടുണ്ട്, യൂട്യൂബിലും ഉണ്ട്, കണ്ടു നോക്ക്. തലകറക്കുള്ളവരൊക്കെ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് നടക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അതാ നല്ലത്. അദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡന്റാണ്, പ്രായത്തിൽ മൂത്തതും. അദ്ദേഹത്തിന്റെ കാലിൽ വീഴുന്ന തെറ്റല്ല, പക്ഷേ അവിടെ തന്നെ കിടന്നത് തെറ്റാ. അപ്പൊ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി ഒരു മുത്തശ്ശിയുടെ കാലി വീണെന്ന് മറന്നുപോയോ? അതെന്താ? എന്താന്നേ, യൂട്യൂബൊക്കെ ഒന്ന് നോക്ക്, എന്നിട്ട് ഫേസ്ബുക്ക് ഷെയർ ചെയ്യും. ഊണും കഴിഞ്ഞ് ഉച്ചമയക്കത്തിന് സ്വന്തം ടേബിളിൽ എല്ലാവരും ഇവിടെ കിടക്കല്ലേ. ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്തിനാ? നേരിട്ട് ആംബുലൻസിന് ഫോൺ ചെയ്താൽ പോരെ? മെത്തി,
എന്താന്ന് പറഞ്ഞിട്ട് കാര്യടി? എന്താ കാര്യം? കാര്യം പറയാതെ ഇവള് കരഞ്ഞോണ്ടിരിക്കുക അച്ഛാ. എന്ത് പറ്റി മോളെ? കാര്യം എന്താന്ന് പറഞ്ഞാലല്ലേ നമുക്ക് മനസ്സിലാവൂ. ഇതുപോലെ ഇന്നലെ കണ്ട ആ സീരിയലിലെ ഒന്നും മിണ്ടാതിരിക്കുവോ? ഏത് നേരവും സീരിയല്. ഇതിലെ ഇടി മോളെ. അച്ഛാ, ഞാൻ സേഷ്മയോട് ചോദിക്കാം. ആരോടും ചോദിക്കണ്ട, ഞാൻ സ്കൂളിൽ പോയില്ല. അയ്യോ മോളെ, അമ്മയോടത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കാവോ? എന്റെ കൂട്ടുകാരൊക്കെ എന്റെ മുമ്പിൽ ബോധം കെട്ട് വീണ് എന്നെ കളിയാക്കുക. മോള് കരയണ്ട, മുത്തശ്ശൻ പ്രിൻസിപ്പാളിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യാം. ആരും വരണ്ട. ഫേസ്ബുക്കിൽ വാസന്തി ബോധം കെട്ടുന്നൊരു പേജ് ഉണ്ട്. അത് ആരോട് പോയി കംപ്ലൈന്റ് ചെയ്യും? അതിന് 1 ലക്ഷം ലൈക്സ് ഉണ്ട്. ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്. എല്ലാരും ചോദിക്കുക എയർലൻഡിൽ ബസ്സിലാണോ ട്രെയിനിലാണോ പോകുന്നതെന്ന്. എന്റെ കൂട്ടുകാർക്കൊക്കെ അമ്മയെന്ന് പറയുമ്പോ വലിയ കാര്യ. ഇവിടെ എന്റെ അമ്മേനെ നാണം കെടുത്തുക. മൃദുലേ, ഇങ്ങ് വാ. ഇപ്പോഴേ ഈ ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെ തുടങ്ങിയ നാളെ വലിയൊരു പ്രശ്നം ഉണ്ടായാൽ എങ്ങനെ അവള് തരണം ചെയ്യും? എല്ലാവരുടെയും കാര്യങ്ങൾ ഇപ്പോൾ ഫേസ്ബുക്കാണല്ലോ തീരുമാനിക്കുന്നത്. കഷ്ടം തന്നെ. എന്റെ ചക്കര എന്താ? എല്ലാരും കൂടി ഡിന്നർ കഴിക്കാൻ വെളിയിൽ പോവാം. ഡ്രസ്സ് മാറ്റിട്ടോ. എന്താടി ഇത്? ഡെത്ത് ബൈ ചോക്ലേറ്റ്. ഡെത്താ? അപ്പൊ വയലൻസ് ചോക്ലേറ്റ് വരെ എത്തിയല്ലേ? ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ ഗുൽഫിയും സ്റ്റിക്ക് ഐസുവാ. ആരും കാണാതെയാ വാങ്ങി കഴിക്കുന്നേ. അറിഞ്ഞ കരണം വീങ്ങും. എന്നെ കൊണ്ട് ഇത്രയും കഴിക്കാൻ പറ്റില്ല. ഇതിന്ന് കുറച്ചെടുക്ക്. അയ്യോ, എനിക്ക് വേണ്ട. ഞാൻ ഇവിടെ ഉണ്ടമ്മേ. കഴിക്കാൻ പറ്റുന്ന അത്രയും കഴിക്കമ്മേ. ഞാൻ ആ ഫിഷ് ടാങ്ക് ഒന്ന് കണ്ടിട്ട് വരാവേ. സൂക്ഷിക്കണേ. ഞാൻ കാരണം ഓഫീസിൽ നിങ്ങൾക്കും പ്രശ്നമായല്ലേ? സോറി. ഞങ്ങൾ അയർലൻഡിലേക്ക് പോവാ. ഞങ്ങളെന്നുവച്ചാ? ഞാനും മോളും. അവൾക്കൊരു ടെസ്റ്റ് എഴുതണം. അതിലവൾ എന്തായാലും പാസ്സാവും. സ്കൂൾ റെക്കോർഡ്സിൽ നല്ല പ്രോഗ്രസ് ഉള്ളതുകൊണ്ട് അവൾക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഒരു 2 ബെഡ്റൂം ഫ്ലാറ്റ് നോക്കിയിട്ടുണ്ട്. അവിടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സിന് വലിയ ഡിമാൻഡൊന്നുമില്ല. തുടക്കത്തിലേ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. സാരമില്ല. പിന്നെ അച്ഛനും അമ്മയൊക്കെ ആണെങ്കിലും ഇവിടെ തനിച്ചല്ലേ, കുറച്ച് നാൾ കഴിയട്ടെ. എനിക്ക് നല്ലൊരു ജോബ് കിട്ടുകയും അതോടൊപ്പം നിനക്കും നല്ലൊരു ജോലി അവിടെ കണ്ടെത്താൻ കഴിഞ്ഞാൽ ഉടനെ നിന്നെ കൊണ്ടുപോകാം. അതെപ്പോഴാന്നേ? 1 വർഷം? 2 വർഷം? കുറച്ച് നാളെന്ന് പറഞ്ഞാൽ ഞാൻ അതുവരെ ഓഫീസിൽ പോണം, തിരിച്ചു വരണം. വേറെ ഇപ്പൊ അച്ഛനും അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലല്ലോ. എനിക്ക് നിങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. ആരുടെ സ്വപ്നങ്ങൾക്ക് ഞാൻ തടസ്സമാവില്ല. അവളില്ലാതെ ജീവിക്കുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. പക്വതയില്ലാത്ത കൊച്ചല്ലേ. ഒരമ്മയുടെ സ്ഥാനത്ത് ഞാൻ തന്നെ കൂടെ ഉണ്ടാവണം. എനിക്ക് അവള് വേണം. നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല അവള്. അവൾക്കെല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. എന്നോട് വളരെ മെച്ചൂർഡായിട്ടാണ് അവൾ സംസാരിച്ചത്. പിന്നെ എൻ്റെ കൂടെയല്ലേ അവൾ അവിടെ നിൽക്കുന്നത്. അത് മാത്രമല്ല, ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ 13 വയസ്സ് പെൺകുട്ടിക്ക് ഓപ്പർച്യൂണിറ്റിയെക്കാളും ആവശ്യമുള്ളത് ഒരുപാടുണ്ട്. ഒരമ്മയായി ഞാൻ മാത്രമേ പറയാനും ചെയ്യാനും പറ്റുന്ന കാര്യങ്ങൾ അത് അവക്ക് മനസ്സിലാവില്ലായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? നിങ്ങളൊരു നല്ല അച്ഛനായിരിക്കാം, എന്നാൽ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിൽക്കാൻ സാധിക്കില്ല. വാസന്തി, ആദ്യം നീ നിന്റെ സെന്റിമെന്റ്സ് ഒന്ന് കള, എന്നിട്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു നോക്ക്. അമ്മയും അച്ഛനും കുട്ടികളും അടങ്ങുന്നതല്ലേ കുടുംബം? അതെപ്പോഴാ സെന്റിമെന്റ്സ് ആയത്? ഇന്റർനാഷണൽ സ്കൂളും സിലബസും ആണ് ജീവിതമെങ്കിൽ എന്റെ മോക്കത് വേണ്ട. എന്റെ മോൾ എന്നോടൊപ്പം ഉണ്ടായാൽ മതി, പ്ലീസ്. പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയുന്നതിൽ ഒരർത്ഥമില്ല. അവൾക്ക് അവിടെ പഠിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഒരച്ഛനെന്ന നിലയ്ക്ക് ഞാൻ സാധിച്ചു കൊടുക്കണ്ടേ?
ഈ സമയത്ത് അവളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോയാൽ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ? അങ്ങനെ ഒന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം. എനിക്കതിൽ വിശ്വാസമില്ല. 4 ചുവരുകൾക്കുള്ളിൽ അവൾ ഒരു വാസന്തിയായി മാറണ്ടെന്ന് കരുതിയ ഞാൻ അവളെ കൊണ്ടുപോകുന്നത്. തലമുറകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന മുഖങ്ങൾ തന്നെ പിന്നെയും പിന്നെയും കണ്ട് അതിന് വീണ്ടും അടിമയായി മാറാതെ ഈ ലോകത്തെ അവളൊന്ന് കാണട്ടെ. അവളെങ്കിലും ഒന്ന് ജീവിക്കട്ടെ. അവളെ നീ വിട്ടേക്ക്. Attention, ladies and gentlemen, this is the boarding announcement for all passengers traveling on KLM Royal. നന്നായിട്ട് പഠിക്കണം. അച്ഛനെ ബുദ്ധിമുട്ടിക്കാതെ നിന്റെ ജോലികൾ നീ തന്നെ ചെയ്യണം. നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമാ. സ്കൂൾ, നെയ്ബേഴ്സ്, ഇതൊന്നും അമ്മ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ആരെന്തു പറഞ്ഞാലും എല്ലാം അച്ഛനോട് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. അമ്മ പറയുന്ന കാര്യം എൻ്റെ മോക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അച്ഛൻ പറയുന്നത് മാത്രം കേട്ടാ മതി. ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിനും എൻ്റെ മോള് നിർബന്ധം പിടിക്കരുത്. അമ്മയെ വിഷമിപ്പിക്കരുത്. അമ്മ വിഷമിക്കാതമ്മേ. അമ്മയുടെ ഫോണിൽ വൈബർ, സ്കൈപ്പ് എന്ന 10 ആപ്സ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അമ്മേ. ദിവസവും ഞാൻ സ്കൂളിൽ നിന്ന് വന്ന ഉടനെ ഞാൻ അമ്മയ്ക്ക് ഫോൺ ചെയ്യാം. അപ്പൊ ഇവിടെ 10 മണിയാകും. അപ്പൊ അമ്മ ഉറങ്ങാൻ പോകും. അമ്മയ്ക്ക് ഉറക്കം വരുന്നത് വരെ ഞാൻ സംസാരിക്കും. എന്തുണ്ടെങ്കിലും ഞാൻ അമ്മയോട് ചോദിക്കും. ഞാൻ എവിടെയാണെങ്കിലും അമ്മയുടെ മോളല്ലേ ഞാൻ. അതുകൊണ്ട് അമ്മ വിഷമിക്കണ്ട. 1 2 പോയിട്ട് ഞങ്ങൾ ഫോൺ ചെയ്യാം. മോളെ, ഞങ്ങളെ ഓർത്ത് വിഷമിക്കണ്ട. എല്ലാം ഞാൻ നോക്കിക്കോളാം. വാസന്തിയെ എത്രയും വേഗം കൊണ്ടുപോകണം. ആ ചോദ്യം എന്താന്ന് ഞാൻ പറയട്ടെ അമ്മേ? വേണ്ട.